Hello everyone, welcome to another weekly market analysis video. You're listening to Anand and this is Stock Market Kerala. So Nifty നമ്മൾ ലാസ്റ്റത്തെ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ളൊരു സെൽ ഓഫ് ആണ് നിഫ്റ്റിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു നിഫ്റ്റിയിൽ മെയിൻലി ഈ ഒരു സെൽ ഓഫ് വരാൻ മോസ്റ്റ്ലി ഒരു പങ്ക് വഹിച്ചത് നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സും അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ആണ്. അതിൽ ഇവർ കാരണമാണ് നിഫ്റ്റിയിൽ മേജറായിട്ടുള്ള ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്യാവശ്യം മേജർ സ്റ്റോക്സുകളിലൊക്കെ ഈ രീതിക്കുള്ളൊരു സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിലുണ്ടായിരുന്നു. സോ സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് ആക്ച്വലി ഒരു നല്ല സപ്പോർട്ടിൻ്റെ റിവേഴ്സലായിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ നമുക്ക് ആ രീതിക്കുള്ള ഒരു റിവേഴ്സൽ നമുക്ക് മിഡ് ക്യാപ്പിലും കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ആ ലാസ്റ്റത്തെ ആ ഒരു വീക്ക് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. നിഫ്റ്റിയിൽ ആ ഒരു ഒറ്റ വീക്ക് കൊണ്ട് മാത്രം നിഫ്റ്റിയിൽ ഏകദേശം അറൗണ്ട് 2.69% അല്ലെങ്കിൽ അറൗണ്ട് 600 പോയിൻറ്റ്സിൻ്റെ ഒരു സെൽ ഓഫാണ് നിഫ്റ്റി നടന്നിരിക്കുന്നത്. അത് ഒരു മേജർ ഇവൻ്റായിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളെന്താ നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ ഒരു സാധാരണ നല്ല റാലി കഴിഞ്ഞ് നടക്കുന്ന ഒരു നോർമൽ സെൽ ഓഫ് ആയിട്ട് ഇത് കണ്ടിട്ടുള്ളൂ. റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത്യാവശ്യം കുറച്ച് പേടിയോടുകൂടി കണ്ട ഒരു വീക്കാണ് ഈ ഒരു വീക്ക്. മാർക്കറ്റ് ക്രാഷ് ആയോ ഇല്ല എന്നുള്ള നിരവധിയായിട്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു വീക്കാണ്. സോ നമ്മൾ നിഫ്റ്റിയുടെ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് വീക്ക് ആക്ച്വലി ഈ ഒരു വീക്ക് നല്ല ബെയറിഷാണ്. നമുക്ക് നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കറൻ്റ്ലി നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആയിട്ടുള്ളത് അറൗണ്ട് നമ്മുടെ 21,862 കുറച്ചും കൂടി ഒന്ന് ആക്യുറസി കൂട്ടാൻ്റെ അറൗണ്ട് നമ്മുടെ 21,862 878 വീക്ക്ലി ടൈം ഫ്രെയിമാണ്. ആൻഡ് നമ്മുടെ ഓക്കെ ആ ഒരു ലെവൽ വരുന്ന 21,862 904 അറൗണ്ട് ഒരു 46 പോയിൻറ്റ്സോളം വരുന്നൊരു ഒരു റേഞ്ചാണത്. ആൻഡ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ലെവൽസാണ് പ്രീവിയസ് ഡേ ഹൈ. ആൻഡ് നമ്മൾ അവർലിയിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് കൺസിഡർ 22,205 നമുക്ക് അതൊരു എന്ത് ചെയ്യാം, അതിനൊരു സോണായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. 22,205 എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആൻഡ് പ്രീവിയസ് ഡേ ലോ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം 21,931. നമുക്കതിനെയും സോണായിട്ട് തന്നെ പ്ലോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, 21,933 939 എന്ന് പറയുന്ന ഈ ഒരു ലെവൽസ്. ആൻഡ് നിഫ്റ്റിയിൽ പിന്നെ ഉള്ള ഒരു ലെവൽ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു വളരെ ദൂരെയുള്ള ലെവലാണ് 22,452 എന്ന് പറയുന്ന ആ ഒരു ലെവൽ, ആ ഒരു പ്രൈസ് റേഞ്ച്. ഓക്കെ, ആൻഡ് നമ്മൾ നിഫ്റ്റിയിൽ നിന്നാണ് ഒരു ബെയറിഷ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെക്സ്റ്റ് ലെവലായിട്ട് നോക്കുന്ന 21,579 ഒരു അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഈ ഒരു വീക്ക് നല്ല നമുക്ക് ലാസ്റ്റ് വീക്കൊക്കെ നിഫ്റ്റി നല്ല ക്ലീൻ കട്ട് പ്രൈസ് ആക്ഷൻ ലെവൽസ് ആയിരുന്നു ഉള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു വീക്ക് അത്ര ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ലെവൽസ് നമുക്ക് അങ്ങനെ നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, സോ നിഫ്റ്റിയിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ 22,450 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ 22,186 and 204 വളരെ നല്ല ലെവൽസാണ്. ഈ ഒരു ചെറിയ റേഞ്ചായിട്ട് നിൽക്കുന്ന ഈ ഒരു ലെവൽ. ആൻഡ് 22,053 അത് ജസ്റ്റ് ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആൻഡ് ഒരു മേജർ ലെവലായിട്ട് ഇപ്പോൾ നമുക്ക് ആകെ ഉള്ളത് 21,862 904 ആണ് നമുക്കൊരു മേജർ ലെവലായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കറൻ്റ്ലി ഉള്ളത്. നിഫ്റ്റിയുടെ ഈ ഒരു വീക്ക് അത്യാവശ്യം ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് മൂവുകൾ തരാൻ സാധ്യതയുള്ളൊരു വീക്കാണ് നിഫ്റ്റിയിൽ കറൻ്റ്ലി ഈ ഒരു വീക്ക് വരുന്നത്. കാരണം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 22,000 ബിറ്റ്വീൻ 42 lakh and 44 lakh ആണ് നിഫ്റ്റിയിൽ കറൻ്റ്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഓവറോൾ നോക്കുമ്പം അറൗണ്ട് 2.81 CR പുട്ടും അറൗണ്ട് 3.12 CR കോൾസുമാണ് നമുക്ക് OI ഡേറ്റ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് PCR ഈസ് അറൗണ്ട് 0.9. സോ ഈ ഒരു വീക്ക് നമുക്ക് അത്യാവശ്യം ഒരു വോളട്ടൈൽ മൂവ്മെൻറ്റ് കാണാൻ പോസിബിലിറ്റി ഉള്ള വീക്കാണ്. വിച്ച് ഈസ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ പറയുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡ് അത്യാവശ്യം നമ്മൾ ലാസ്റ്റ് വീക്ക് പറയുന്ന പോലെ ചെറിയൊരു സെൽ ഓഫ് തന്നിട്ടുള്ളൂ. ഗോൾഡിൻ്റെ ആ ഒരു 2 വീക്ക് മൂവ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു 10% അല്ലെങ്കിൽ 10% സെൽ ഓഫേ ഗോൾഡ് നടന്നിട്ടുള്ളൂ. പക്ഷേ ഗോൾഡിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് വരുന്ന വീക്കിൽ അത്യാവശ്യം ഒരു
അത്യാവശ്യം ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈയും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെറിയ കൺസോൾട്ടേഷൻ ഫേസിലാണ് കറൻ്റ്ലി ഗോൾഡ് നിൽക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു വീക്ക് വരുന്ന ദിവസം നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റ്സ് അതിൻ്റെ ഒരു മീറ്റിംഗ് 19 തീയതി മാർച്ച് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച ട്യൂസ്ഡേ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് മൺഡേ 15th ആ മീറ്റിംഗ് കഴിഞ്ഞു പോയത്. വേറെ ഫെഡ് പ്രസ് കോൺഫറൻസ്, ഫെഡിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കുറച്ച് എന്താണ്, അതായത് അങ്ങനത്തെ ഈ ഫെഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മീറ്റിങ്സ് കുറച്ചധികം മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിക്കുള്ള മീറ്റിങ്സ് ആണ് ഫെഡ് പ്രസ് കോൺഫറൻസ് ഒക്കെ. സോ നമുക്ക് അങ്ങനത്തെ മീറ്റിങ്സ് വരുമ്പോൾ ഗോൾഡിൽ മേജർ മൂവ്മെൻറ്റ്, ഗോൾഡിൽ വളരെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഹൈലി വോളട്ടൈൽ അല്ലെങ്കിൽ ഹൈലി അഗ്രസീവ് മൂവ്മെൻറ്റ് നമുക്ക് ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 21 മാർച്ചിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. 21 മാർച്ച് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് തേഴ്സ്ഡേ ആണ്. അത് നോർമലി നമ്മുടെ നിഫ്റ്റി ട്രെൻഡിങ് ആവുന്ന ദിവസമാണ് തേഴ്സ്ഡേ. ഓക്കെ, സോ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു വീക്ക് ഒരു മൺഡേ ട്യൂസ്ഡേ ഒക്കെ നിഫ്റ്റിയിൽ എന്തായിരിക്കും, ഒരു അത്യാവശ്യം ഒരു വോളട്ടൈൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരിക്കും നിഫ്റ്റിയിലുള്ളത്, ഒരു വോളട്ടൈൽ പോലെ. ബട്ട് അഗ്രസീവ് മൂവ്മെൻറ്റ് വരുന്നത് നോർമലി വെനസ്ഡേ തേഴ്സ്ഡേസിലായിരിക്കും നിഫ്റ്റിയിൽ അഗ്രസീവ് മൂവ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടത് വെനസ്ഡേ ആണ് ആ ഒരു നല്ല രീതിക്കുള്ള സെൽ ഓഫ് നടന്നിട്ടുള്ളത്. നല്ല ഒരു ഏകദേശം വെനസ്ഡേ മാത്രം നിഫ്റ്റി ഏകദേശം 1.91% വെനസ്ഡേ മാത്രം പോയി. ആൻഡ് തേഴ്സ്ഡേ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അറൗണ്ട് 162 പോയിൻറ്റ്സുള്ള നിഫ്റ്റി അവിടെ മൂവ് ചെയ്തിട്ടുണ്ട്. സോ വെനസ്ഡേയും തേഴ്സ്ഡേയും നിഫ്റ്റി അത്യാവശ്യം നല്ല മേജർ മൂവ്മെൻറ്റുകൾ തരുന്നൊരു ദിവസമാണ്. ഒരു ചെറിയ നമുക്ക് വേണമെങ്കിൽ മൺഡേയും കൂടി നമുക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് വെനസ്ഡേ ഭയങ്കര ഹൈ പ്രോബിളാണ് നിഫ്റ്റിക്ക്. സോ ഒരു ഫസ്റ്റ് 2 days നിഫ്റ്റി അത്യാവശ്യം ഒരു ചെറിയ രീതിക്കുള്ള ഒരു വോളറ്റാലിറ്റി കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ നോർമലി റിവേഴ്സൽ ട്രേഡ്സ് ഞാൻ ഫസ്റ്റ് 2 days ഞാൻ പോകത്തുള്ളൂ. ആൻഡ് വെനസ്ഡേയും തേഴ്സ്ഡേയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ മേജർ ലെവൽ ബ്രേക്സ് ഒക്കെ കിട്ടുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ്സിലേക്ക് ആ ഡേയ്സിൽ പോകുന്നതായിരിക്കും നിഫ്റ്റിയിൽ നല്ലത്. ഓക്കെ, ആൻഡ് നമ്മൾ നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നോക്കുമ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രൈസ് ആക്ഷൻ ലെവൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കറൻറ്റ്ലി നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. നമ്മുടെ 46,212 പ്ലസ് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ. ഓക്കെ, ആൻഡ് അവറിലേക്ക് പോകുമ്പം നമുക്ക് പിന്നെ അങ്ങനെ മേജർ ലെവൽസ് ആയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ ശരിക്കും ലെവൽസ് ഇല്ലെന്നല്ല, ലെവൽസ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്താണ് കുറച്ചുകൂടി ആക്യുറസി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ലെവൽസ് ആണ് ഇല്ലാത്തത്. നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഫേസ് കഴിയുമ്പോൾ നമ്മൾ എല്ലാ ലെവൽസും നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത്യാവശ്യം ആക്യുറസി അല്ലെങ്കിൽ കുറച്ച് കൺവിൻസിബിൾ ആയിട്ടുള്ള ലെവൽസ് മാത്രമേ നമ്മൾ അവിടെ ചൂസ് ചെയ്ത് വരത്തുള്ളൂ. കുറച്ചും കൂടി ചൂസ് ചെയ്യാം നമ്മൾ ട്രേഡിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അധികം നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസോ കാര്യങ്ങളോ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു വീക്കില്ല. അല്ലെങ്കിൽ എന്താണ് ബാങ്ക് നിഫ്റ്റി നോർമലി നമുക്ക് ഇങ്ങനത്തെ ഈ രീതിക്കുള്ള ലെവൽസേ ബാങ്ക് നിഫ്റ്റി നമുക്ക് പൊതുവേ തരാറുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് തിങ് ആക്ച്വലി. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുമ്പം അതാത് ദിവസത്തെ ലെവൽസും കൂടി കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു വീക്ക് നല്ലത്. ബിക്കോസ് എന്താണ് നമുക്ക് കുറച്ചുകൂടി വോളട്ടൈൽ മൂവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു വീക്ക് കാണാൻ വോളട്ടൈൽ മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ 47,719.65, അതുപോലെ 424, 457, around 186, and 673, 721, and around 309 and 338. നമുക്ക് ഈ ഒരു ലെവൽ വേണം നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നമുക്ക് ലെവൽ കൺസിഡർ ചെയ്യണോ വേണ്ടയോ നോക്കാം. നമുക്കത് വേണ്ട, നമുക്ക് നെക്സ്റ്റ് ഈ ലെവൽ കൺസിഡർ ചെയ്യാം, 45,733 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്. ഓക്കെ, ആൻഡ് സോ നിഫ്റ്റിയിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫ് വോളട്ടൈൽ മാർക്കറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് ആയിരിക്കും നമുക്ക് നോർമലി നല്ല അഗ്രസീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് തരാൻ കഴിയുന്ന മാർക്കറ്റ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഇന്നത്തെ കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സിലേക്ക് പോകാം. ഇൻട്രാഡേ സ്റ്റോക്സിൻ്റെ മിക്ക സ്റ്റോക്കുകളും ഒരു നല്ല സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഒരു നിഫ്റ്റി 50യിലുള്ള നല്ല സ്റ്റോക്ക്, നിഫ്റ്റി 50 ആണെങ്കിലും നിഫ്റ്റി നെക്സ്റ്റ് 50 ആണെങ്കിലും നല്ല സപ്പോർട്ട് ഏരിയയിൽ നല്ല കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ ഏഷ്യൻ പെയിൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു
ട്രയാങ്കിൾ ബ്രേക്കൗട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്സൈഡ് ബ്രേക്ക് ആണ് ഫസ്റ്റ് ടാർഗറ്റ് അറൗണ്ട് 2927 എടുക്കാവുന്നതാണ്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഗ്യാപ്പ് ഫില്ലിംഗ് ഭയങ്കര അഗ്രസീവ് മൂവ് ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, ആൻഡ് ഇതിലൊരു ഡൗൺ സൈഡ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് അറൗണ്ട് നമുക്ക് 2853 എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞ് പോകുന്നത് 2806 ആ ഒരു ആ ഒരു 1.64% അല്ലെങ്കിൽ 46 രൂപയുടെ മൂവ്മെൻറ്റ് വളരെ അഗ്രസീവായിട്ടും വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ് ഏഷ്യൻ പെയിൻറ്റ്സിലുള്ളത്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡെവിസ് ലാബ് എടുക്കാൻ കാരണം ഒരു നല്ല സപ്പോർട്ടിലാണ്. ആ ഒരു ഒറ്റ കാരണമുള്ളൂ. ഡെവിസ് ലാബ് നോക്കുമ്പോൾ ഈ സോൺ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, നല്ലൊരു സപ്പോർട്ടിലാണ് ഡെവിസ് ലാബ് കറണ്ട്ലി നിൽക്കുന്നത്. ആൻഡ് ആ ഒരു സപ്പോർട്ടിൽ കൺസോൾട്ടേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ റേഞ്ച് ഡെവിസ് ലാബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അപ്സൈഡ് ട്രേഡൊക്കെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്സൈഡ് ട്രേഡൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഒരു 3518 പിടിക്കാവുന്നതാണ്. ആൻഡ് ഒരു സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് അറൗണ്ട് 3571 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബുൾ കോൾ സ്പ്രെഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് നമുക്ക് ഡെവിസ് ലാബ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞ മിക്ക സ്റ്റോക്സ് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് സ്റ്റോക്കുകൾ നിൽക്കുന്നത്. L&T ആണെങ്കിൽ കൂടി നല്ല സപ്പോർട്ടിലാണ് വന്ന ആ ഒരു കൺസോളേഷനും കാര്യങ്ങളും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് 3595 എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അറൗണ്ട് 3623 എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് അറൗണ്ട് നമ്മൾ തേർഡ് ടാർഗറ്റായിട്ട് 3656 ആണെന്ന് അവിടെ എക്സ്പെക്റ്റേഷനായിട്ട് വരുന്നത്. ഈ ഒരു റേഞ്ച് ബ്രേക്കിലാണ്. ആൻഡ് ഡൗൺ സൈഡ് ആണ് നമ്മുടെ ആ ഒരു പൊസിഷൻ പോകുന്നത്. ഡൗൺ സൈഡ് ട്രേഡ് നമുക്ക് തൽക്കാലം L&Tയിൽ വേണ്ട. L&Tയിൽ വരികയാണെങ്കിൽ തന്നെ ഭയങ്കര സ്ലോ ഫേസ് ആയിട്ടായിരിക്കും അത് വരുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഐദർ ടേക്ക് എ സപ്പോർട്ട് ഫ്രം 3450 to 456 ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാം, L&T ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ആൻഡ് ടാറ്റ സ്റ്റിൽ ആ ഒരു സെയിം സംഭവം നല്ലൊരു സെൽ ഓഫ് കഴിഞ്ഞ് കൺസോളേഷൻ സ്റ്റേജിലാണ് ടാറ്റ സ്റ്റീൽ നിൽക്കുന്നത്. ആൻഡ് അവിടെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു നല്ല ട്രെൻഡ് ലൈൻ ടാറ്റ സ്റ്റീൽ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു കൺസോളേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ആ അഗ്രസീവ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടാറ്റ സ്റ്റീലിൽ നല്ലൊരു പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് നമുക്ക് ടാറ്റ സ്റ്റീൽ അവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് സെയിം ആസ് ഇൻ ടൈറ്റനും ആ ഒരു നല്ല സെൽ ഓഫ് കഴിഞ്ഞ് ഒരു നല്ല റേഞ്ചിലാണ് ടൈറ്റനും നിൽക്കുന്നത്. ജസ്റ്റ് വളരെ ടൈറ്റൻ കുറച്ചുകൂടി നല്ല പ്രൈസ് ആക്ഷനാണ് ടൈറ്റൻ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അപ്സൈഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ടൈറ്റനിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഫസ്റ്റ് ടാർഗറ്റ് അറൗണ്ട് 3710 നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അറൗണ്ട് നമുക്ക് 724 ആണ് നമ്മുടെ ഫസ്റ്റ്. 724 വേണ്ട, നമുക്കൊരു അറൗണ്ട് 710 മതി. ഓക്കെ, 710 നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഡൗൺ സൈഡ് അധികം ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് നല്ല സെൽ ഓഫ് ഒക്കെ കഴിയും, നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് അത്ര നല്ലൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് അവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വീക്കിൽ നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സ്, ഡെവിസ് ലാബ്, L&T, ടാറ്റ സ്റ്റീൽ ആൻഡ് ടൈറ്റൻ ഇത്രയാണ് നമ്മൾ ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ നോക്കുന്നത്. ആൻഡ് ഡു യുവർ ഓൺ അനാലിസിസ്. ന്യൂസുകൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാമെന്ന് ന്യൂസുകൾ എങ്ങനെയാണ് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നോക്കുക. ആൻഡ് പ്ലാൻ യുവർ ട്രേഡ്സ് കെയർഫുള്ളി. Okay, so this is me Anand signing off. Thank you.